പിന്നെ ഒന്നാമത്തെ മഖാമ് حدث الحارث بن حمام قال لما اقطعت غالبا الاغتراب وأنأتني المطربة عن الأتراب طوحت بي طوايح الزمن إلى صنعاء اليمن فدخلتها خاوي الوفاض بادي الانفاض لا أملك بلغة ولا أجد في جرابي مضغة فطفقت أجوب طرقاتها مثل الحائم وأجول في حوماتها جولان الحائم. أنا എവിടെ ആയത്തസിമു എന്ന് പറഞ്ഞാൽ അഭയം പ്രാപിക്കുക. തലബിൻ മുതാവാഴത്തിൻ്റെ മാനാക്കാം അസം തുഹു ആയത്തസം എന്നെ കാത്തു. അപ്പോൾ മഹ്ഫൂദായി, കാക്കപ്പെട്ടവനായി, കാവൽ സിദ്ധിച്ചു. പിന്നെ അപ്പോൾ മഖാമത്തുൽ ഉല സൻആനിയ. സൻആനിയ എന്ന് പറഞ്ഞാൽ സൻആയിലേക്ക് നിസ്ബ. സൻആയി പറഞ്ഞാൽ യമനിലുള്ള സൻആ. യമനിലുള്ള സൻആയിൽ വെച്ച് അബൂ സഈദ് സറൂജി ചെയ്തതും പറഞ്ഞതും ആര് റിപ്പോർട്ട് ചെയ്യാണ്? ഹാരിസ് ഇബ്നുൽ ഹമ്മാം റിപ്പോർട്ട് ചെയ്യാണ്. ഹാരിസ് ഇബ്നുൽ ഹമ്മാമും ഇല്ല, അബൂ സഈദും ഇല്ല. അപ്പോൾ ആദ്യത്തെ മഖാമ യമനില നടക്കണേ. സൻആയിലേക്ക് നിസ്ബ ചെയ്തപ്പോൾ സൻആനിയ. നിസ്ബയിൽ അങ്ങനെ കുറേ തഗയ്യറുകളൊക്കെ ഉണ്ടാവും ഇല്ലേ? റയ്യുള്ള നിസ്ബ ചെയ്യുമ്പോൾ റാസി എന്ന് പറഞ്ഞ മാതിരി, ബഗഷൂറുള്ള നിസ്ബ ചെയ്തപ്പം ബഗവി എന്ന് പറഞ്ഞ മാതിരി, നഫ്സുള്ള നിസ്ബ ചെയ്യുമ്പോൾ നഫ്സാനി പറഞ്ഞ മാതിരി, ലഹിയത്തുള്ള നിസ്ബ ചെയ്താണ്ട് ലഹിയാനി എന്നൊക്കെ പറഞ്ഞ മാതിരി. അപ്പോൾ പിന്നെ സൻആനിയ അങ്ങനെ സൻആനിയ ഇത് മഖാമല്ലേ. അപ്പോൾ അതിൻ്റെ മൗസൂഫ് മുഅന്നത്തായതുകൊണ്ടാണ് സൻആനിയ പറഞ്ഞത്. ആണാണെങ്കിൽ റജുലും സൻആനി എന്നറിയും, ഇമ്രാത്തും സൻആനിയ എന്നറിയും, മഖാമത്തും സൻആനിയ. ഹദ്ദസൽ ഹാരിസ് ഇബ്നു ഹമ്മാം ഖാല ലമ്മ ഖ്തഅതു ഗാലിബൽ ഇഗ്തിറാബ്. ലമ്മ ഖ്തഅതു ഞാൻ ഇരുന്നപ്പോൾ, ഗാലിബൽ ഇഗ്തിറാബി യാത്രയുടെ ഗാലിബിലിരുന്നപ്പോൾ ഉണ്ടോ. ഇഖ്തഅദ എന്ന് പറഞ്ഞാൽ ഖഅദ നമ്മുടെ വ്യത്യാസം എന്താ? ഖഅദ എന്ന് പറഞ്ഞാൽ ഇരുന്നു, ഇഖ്തഅദ പറഞ്ഞാൽ നന്നായിരുന്നു അല്ലേ? സമയ കേട്ടു, ഇസ്തമഅ ശ്രദ്ധിച്ചു കേട്ടു അല്ലേ? ഖറുബ എടുത്തു, ഇഖ്തറബ നന്നായി എടുത്തു എന്ന് പറഞ്ഞാൽ ഇഖ്തഅദ അല്ല, അങ്ങനെ ഇരിക്കണ്ടിനാണ് ഇഖ്തഅദ എന്നാണ്. ഇഖ്തഅതു ഞാനിരുന്നു. ഗാലിബൽ ഇഗ്തിറാബ് എന്ന് പറഞ്ഞാൽ ദേശാടനം ഉണ്ടോ, യാത്ര, സഫർ. ഗാലിബ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒട്ടകത്തിൻ്റെ ഒക്കെ പിന്നെ പെരടിൻ്റെ പിന്നെ അസുലിനെ കൊണ്ടാണ് ഗാലിബ് പറയുന്നത്. പിന്നെ ഒട്ടകം അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒട്ടകത്തിൻ്റെ പിന്നെ പുറം കഴിഞ്ഞാണ്ട് ഈ ഇത് തുടങ്ങണ ഈ പിന്നെ കഴുത്ത് തുടങ്ങണ അവിടുത്തെ കാണും ഗാലിബ് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ പറയും അൽക്കൈത്തു ഫുലാന, അൽക്കൈത്തു ഹബില ഫുലാന അല ഗാരിബിഹ എന്ന് പറഞ്ഞാൽ അത് തലാഖിൻ്റെ കിനായിയായ വാക്കാണ്. എപ്പോഴാണ് അങ്ങനെ ചെയ്യൽ അറിയോ? ഈ പിന്നെ കയറ് ഗാലിബിൽ വിട്ടുകാണ്ട് പിന്നെ നാക്കാലിനെ വിടൽ ഇഷ്ടമുള്ളിടത്ത് മേയാൻ വേണ്ടിയിട്ടാണ്. കയറിങ്ങനെ പിടിച്ചിടത്തേ ആ കയറ് പിന്നെ എന്ത് ചെയ്യുക, ആ നാക്കാലിൻ്റെ ആ ഗാലിബിലാണ്ട് ഇടൽ എന്തിനാണ്? സ്വതന്ത്രമായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അല്പം എന്താണ് അൽക്കൈത്തു ഹബിലഹ അല ഗാരിബിഹ. അപ്പോൾ തലാഖിൻ്റെ കിനായിയായ വാക്കാണ് ഇത്, അൽക്കൈത്തു ഹബിലഹ അല ഗാരിബിഹ. അപ്പോൾ ഗാരിബ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് പെരടിൻ്റെ മുരട് ഉണ്ടോ. പിന്നെ അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത് വെച്ചാൽ, എന്താ ഉണ്ടായത് വെച്ചാൽ ഇസ്തിആറത്ത് ബിൽ കിനായയുണ്ട്, തഖ്യീരിയുണ്ട്. യാത്രനെ എന്തിനോട് തശ്ബീഹാക്കി? ഒരു സവാരി മൃഗത്തിനോട് തശ്ബീഹാക്കി. സവാരി മൃഗം ചെയ്യും നമ്മൾ ഉദ്ദിഷ്ട സ്ഥലങ്ങളിലെത്തിക്കും എന്നതുപോലെ യാത്ര നമ്മളെ മഖ്സദിലെത്തിക്കും. ആ രൂപത്തിൽ എന്ത് ചെയ്തു? ഇതിനെ അതിനോട് തശ്ബീഹാക്കി കണ്ട് ആ യാത്രയ്ക്ക് വേണ്ടി എന്തിനെടുത്തു? ഈ പിന്നെ ഈ സവാരി മൃഗത്തിൻ്റെ ലഫ്ള് ഇങ്ങോട്ട് വായ്പാങ്ങിയിട്ട് ആ വായ്പാങ്ങിയ ലഫ്ള് എന്ത് ചെയ്തു? വ്യക്തമാക്കിയില്ല. അപ്പോൾ ഇസ്തിആറ ബിൽ കിനായായി.
അങ്ങനെ ഒരു വായ്പ അങ്ങനെ അവിടെ നടന്നിക്കണമെന്ന് അറിയിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? മുഷബ്ബഹ് ബിഹിൻ്റെ ലാസിമ് ആർക്ക് സുബൂത്താക്കി? മുഷബ്ബഹിന് സുബൂത്താക്കി. ഖാരിബുണ്ടായാൽ ആർക്കാണ്? മൃഗത്തിനാണല്ലോ, യാത്രക്കല്ലല്ലോ. അപ്പോൾ യാത്രൻ്റെ അസുലുലുക്ക് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി, യാത്രനെ ഇവിടെ എന്താക്കിക്കണ്? ഒരു സവാരി മൃഗത്തിനോട് തശ്ബീഹാക്കിക്കണ്. അപ്പം മൊത്തത്തിൽ എന്തായി വാക്കിൻ്റെ അർത്ഥം? ഞാൻ യാത്രയിൽ പൂണ്ടിടിച്ചപ്പോൾ, ഞാൻ യാത്രയിൽ അങ്ങോട്ട് ചൂട് മുങ്ങിയപ്പോൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ലമ്മഖ്തഅതു ഖാരിബൽ ഇഗ്തിറാബ് വഅൻ അത്നിൽ മത്റബത്തു അനിൽ അത്റാബ് വഅൻ അത്നി എന്നെ അകറ്റുകയും ചെയ്തപ്പോൾ, അൽ മത്റബത്തു ദാരിദ്ര്യം, അനിൽ അത്റാബി കിടക്കാരെ തൊട്ട് ഉണ്ടോ അകറ്റി. അങ്ങനെയാണല്ലോ ദാരിദ്ര്യം ഉണ്ടായ മനുഷ്യന്. ദാരിദ്ര്യം ഉണ്ടായാലും അവൻ എന്ത് ചെയ്യും? നാടും വീടും ഒക്കെ വിടും. അപ്പം എന്ത് ചെയ്യും? അവനെ ഇന്ന് അകന്നു പോകും. എൻ്റെ ചങ്ങായിമാരിൽ നിന്നും എൻ്റെ കടക്കാരിൽ നിന്നും സമപ്രായക്കാരിൽ നിന്നൊക്കെ അകനും ഇല്ലേ? അപ്പം അൻ അഥിനി എന്ന് പറഞ്ഞാൽ എന്നെ അകറ്റി. അബഅദതിനി ഖുർആനിലുണ്ടല്ലോ, വഹും യൻഹൗന അൻഹു വയൻഔന അൻഹു അല്ലേ? അബൂ താലിബിനെ പറഞ്ഞ അബൂ താലിബ് എന്ത് ചെയ്യും? ശത്രുക്കളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് പ്രതിരോധിക്കും. അതേസമയം റസൂലുള്ളാഹിൻ്റെ ദീനിൽ നിന്ന് അകലും ചെയ്യും. വഹും യൻഹൗന അൻഹു വയൻഔന അൻഹു. നആയൻ ആനഇയൻ ഫഹുവ നായിൻ യബ്കീക നായിൻ ബഈദു ദാരി മുഗ്തരിബു. ബാക്കി അങ്ങനെ ആരൽ അങ്ങനെ വെത്തില്ലേ? യബ്കീക നായിൻ ബഈദു ദാരി മുഗ്തരിബു യാലൽ കുഹൂരി വലി ശുബ്ബാനി ലിൽ അജബി. അപ്പോൾ നആയൻ ആനഇയൻ ഫഹുവ നായിൻ, അൻആയുൻ ഇൻ ആൻ ഫഹുവ മുൻഇൻ. അപ്പോൾ അൻ അഥിനി എന്നെ അകറ്റി. അൽ മത്റബത്തു എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. തെരിബ യത്റബു തറബൻ എന്ന് പറഞ്ഞാൽ ദരിദ്രനായി എന്നതിൻ്റെ അർത്ഥം. അത്റബയുത്തിരിബു ഇത്റാബ് എന്ന് പറഞ്ഞാൽ ധനവാനായി. മനസ്സിലായില്ലേ? അതാ രസം. അത്റബയുത്തിരിബു ഇത്റാബ് എന്ന് പറഞ്ഞാൽ ധനവാനായി. തെരിബ യത്റബു തറബൻ എന്ന് പറഞ്ഞാൽ, മത്റബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദരിദ്രനായി. അപ്പോൾ ഒരു ബെയ്ത്തുണ്ട്, നിങ്ങൾക്ക് ബെയ്ത്തൊന്നും ഓർമ്മയില്ലേ? ലൗലാ തവഖഉ മുഅ്തരിൻ ഫൗർദിയഹു മാ കുന്തു ഊസിറു ഇത്റാബൻ അലാ തറബി. അവിടെ ചില ആശയക്കാരൊക്കെ പേച്ചുകണ് അതിൻ്റെ മാനക്കണയിൽ. അപ്പോൾ ഒരു എന്താ വെച്ചാൽ മാ കുന്തു ഊസിറു അത്റാബൻ അലാ തിർബിയൻ. മാ കുന്തു ഊസിറു അത്റാബൻ, ഞാൻ സമപ്രായക്കാരെ തിരഞ്ഞെടുക്കുന്ന ആളാവൂല. അലാ തിർബി, ഞാനാകുന്ന സമപ്രായക്കാരനേക്കാൾ. ഇവാഫത്ത് ബയാനിയാക്കി. അപ്പം ഞാൻ എന്നേക്കാൾ എന്ന് പറഞ്ഞാൽ മതി. എന്നേക്കാൾ എൻ്റെ സമപ്രായക്കാരെ തിരഞ്ഞെടുക്കുന്ന ആളാവില്ല എന്ന് പറയേണ്ടടുത്ത് ഞാനാകുന്ന സമപ്രായക്കാരെക്കാൾ അങ്ങനെ അയനച്ച്. അത് ശരിയല്ല. മാ കൊന്ത് ഊത്തിറു ഇത്തിറാബൻ, ഞാൻ ഗിനനെ തിരഞ്ഞെടുക്കുമായിരുന്നില്ല അലാ തറബി ഫഖറിനേക്കാൾ. ഞാൻ ഫഖറിനേക്കാൾ ഗിനനെ തിരഞ്ഞെടുത്ത് ഉണ്ടാക്കാൻ ഞാൻ തയ്യാറായത് എന്തിനു വേണ്ടിയാണ്? വെറുതെ അല്ല. ലൗലാ തവഖഉ മുഅ്തരിൻ ഫൗർദിയഹു, യാചകന്മാർ വരുമ്പോൾ വല തൃപ്തിപ്പെടുത്താനാണ് ഞാൻ മുതലാളിയാകാൻ ഒരുങ്ങിയത്, സാധുവാകാതെ എന്നാ ഷായർ പറയുന്നത്. അപ്പോൾ അവിടെ അലാ തിർബി എന്നൊക്കെ മാനേജ് ചെയ്യാണ്ട് തറബ് പറഞ്ഞുകൊടുത്ത് തിർബ് എന്ന് വായിച്ച്, ഇത്രാബ് എന്ന് വായിച്ചതിൻ്റെ കൊടുത്ത് അത്രാബ് എന്ന് വായിച്ച്, എന്നിട്ട് എന്ത് ചെയ്തു? വായന അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചു. അങ്ങനെയൊക്കെ ഹാഷയിലുണ്ട്. അപ്പോൾ അങ്ങനെയല്ല. അത്രബ എന്ന് പറഞ്ഞാൽ ധനവാനായി. തെരീബ എന്ന് പറഞ്ഞാൽ ഖുർആനിലെ അപ്പോൾ മിസ്കീൻ എന്താ? മത്രബ. തെരീബ യത്രബു തറബ് എന്നും പറയാം, മത്രബത്ത് എന്നും പറയാം. ദാരിദ്ര്യം എന്നാണ് അതിൻ്റെ അർത്ഥം. ഉണ്ടോ? ഇത് രണ്ടും തുറാബ് എന്നുള്ളതാണ്. രസം. അത്രബിൻ തെരീബിൻ തുറാബ് എന്നുള്ളതാണ്. ആള് ഫക്കീറായ ഓന് തുറാബിനെ തൊട്ടൊരു ഹാജിയൊന്നും ഉണ്ടാവില്ല അല്ലേ? ഓന് കിടക്കാൻ പായി ഉണ്ടാകുമോ? കാർപ്പറ്റ് ഉണ്ടാകുമോ? ഓൻ എവിടെയാണ് കിടക്കുക? മണ്ണിലാണ് കിടക്കുക അല്ലേ? ദരിദ്രനായാൽ. നേരെ പക്ഷേ ആൾ മുതലാളിയായാലോ ഓന് സ്വർണ്ണം വെള്ളിയൊക്കെ മണ്ണ അല്ലേ? സ്വർണ്ണം വെള്ളിക്കൊന്നും ഒരു വലിയ അവൻ്റെ അടുത്ത് നിന്ന് ഓൻ്റെ അടുക്കൽ എന്താണ്? മണ്ണിൻ്റെ സ്ഥാനത്താണ്. അത് അത്രബാന്ന്. മുതലാളിനെ കൊണ്ട് അത്രബ പറയാൻ കാരണം സാറ ദിർഹമു വദ്ദീനാറു ബിമൻസിലത്തി തുറാബി ഇൻദഹു.
തെരിബ എന്ന് പറഞ്ഞാൽ ഇൽതസഖബി തുറാബ്, രണ്ടും ഒരർത്ഥമല്ല. അങ്ങനെ അത്രബൽ ഹംസ സൈറൂവത്തിൻ്റെ ഹംസയാണ്. പിന്നെ അപ്പോൾ അതിനിൽ മത്രബത്തു അനിൽ അത്രാബ്, അത്രാബ് പറഞ്ഞാൽ പ്രായക്കാർ, കിടക്കാർ എന്നാണ്. ഉണ്ടോ? തിർബ് എന്ന് പറഞ്ഞാൽ തിർബു ഫുലാൻ, അത് ഫുലാൻ ഫുലാൻ തിർബു ഫുലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കിടക്കാരനാണ്. ഉണ്ടോ? ഉലിത മാഹു, ഉലിത ഫി വക്തി വിലാദത്തിഹി എന്നാണ് എന്ത് പറഞ്ഞാൽ തിർബ് എന്ന് പറഞ്ഞാൽ. ലിദത്ത് എന്നും പറയും, തിർബിന് ലിദത്ത് എന്നും പറയും. ഫുലാൻ ലിദത്തു ഫുലാൻ എന്നും പറയാം, ഫുലാൻ എന്താണ് തിർബു ഫുലാൻ എന്നും പറയാം. ലിദത്ത് പറയാൻ കാരണം അന്നഹു ഉലിത മാഹു. ഉണ്ടോ? അനിൽ അത്റാബ് തവഹത് ബി തവായഹു സമൻ ഇലാ സനാഇൽ യമൻ തവഹത് ബി, എന്നെ എറിഞ്ഞു. ആരും എറിഞ്ഞു? തവായഹു സമൻ, നവാഇബു സമൻ, മസാഇബു സമൻ, ഖവാദിഫു സമൻ, എന്നെ എറിഞ്ഞു. എവിടേക്ക് എറിഞ്ഞു? ഇലാ സനാഇൽ യമൻ, യമനിലെ സനായിലേക്ക് എറിഞ്ഞു. ഉണ്ടോ? യമനിലെ സനായിലേക്ക് എന്നെ എറിഞ്ഞു. ആരെറിഞ്ഞു? കാലമുസീബത്തിൻ്റെ അവിടേക്കാണ് എറിഞ്ഞു എന്ന്. തവ്വാഹത്ത് ബി എന്ന് പറഞ്ഞാൽ റമത്ത് ബി, ഖദഫത്ത് ബി, തവായഹു സമൻ. തവായഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുസീബത്ത് എന്നാണ്. ഉണ്ടോ? തവായഹ എന്ന് പറഞ്ഞാൽ ഈ തവ്വഹി എന്നുള്ള തന്നെയാണ്. അപ്പോൾ ശരിക്കും പറയേണ്ടത് എന്താണ്? മുതവ്വിഹാത്തു സമൻ അല്ലെങ്കിൽ മതാവ്യഹു സമൻ എന്നാ പറയേണ്ടത്. ആ സ്ഥാനത്ത് എന്ത് ചെയ്തു? തവായഹു സമൻ എന്ന്. അല്ലേ? നിങ്ങൾ മുഖ്തസറോദീനോ? അതിലൊരു ബൈത്തില്ലേ? ലിയുബ്ക യസീദു ളാരിഉൻ ലിഖുസൂമത്തിൻ വമുഖ്തബിതും മിമ്മാ തുതീഹു തവായഹു. ലിയുബ്ക യസീദ്, യസീദ് മരിച്ചതിന് വേണ്ടി കരയപ്പെടണം. ആരാ കരയേണ്ടത്? ചോദ്യം. ആ ചോദ്യത്തിന് ജവാബായിട്ട് പറഞ്ഞു എന്ത്? വാരിഉൽ ഖുസൂമ, കേസിലും കൂട്ടിലൊക്കെ പെട്ട് നിന്യനായ ആൾ. അപ്പോൾ മുഖ്തബിത്തും മിമ്മാ തുതീഹു തവായഹു, കാലമുസീബത്തുകളും അവൻ്റെ മുതൽ നശിപ്പിച്ചത് കൊണ്ട് യാതൊരു പരിചയമില്ലാതെ യാചിക്കുന്നതായിരിക്കുന്ന ആളും മുഖ്തബിത്ത്. മുഖ്തബിത്ത് എന്ന് പറഞ്ഞാൽ ഒരു പരിചയമൊന്നും ഇല്ലാതെ കണ്ടവരോടൊക്കെ ചോദിക്കുന്ന ആൾ. എന്തിനു വേണ്ടി? മിമ്മാ തുതീഹു തവായഹു, തവായഹ് അവൻ്റെ മുതൽ നശിപ്പിച്ചതിന് വേണ്ടി. ഉണ്ടോ? അപ്പോൾ അതൊന്നും ആ ബൈത്തൊന്നും ഇപ്പോൾ നിങ്ങൾ കാണാതെ ഒന്നും പാടാക്കിയിട്ടൊന്നുമില്ല. ഓതിയില്ലേ? എവിടെ പറഞ്ഞത്? അതെവിടെ പറഞ്ഞത്? ലിയുബ്ക യസീദു ളാരിഉൻ ലിഖുസൂമത്തിൻ എന്ന് പറഞ്ഞ് മുസ്നദിനെ കളഞ്ഞു അല്ലേ? അപ്പോൾ ലിയുബ്ക യസീദു ളാരിഉൻ എന്ന് പറഞ്ഞത് കളയപ്പെട്ടൊരു മുസ്നദിൻ്റെ മുസ്നദിലേയാണ്. യബ്കീഹി ളാരിഉൻ. പിന്നെ തവ്വഹത് ബി തവായഹു സമൻ ഇലാ സനാഇൽ യമൻ ഫദഖൽതുഹാ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ യമനിൽ കടന്നു. എങ്ങനെ കടന്നു? ഹാവിയൽ വിഫാദ്, വിഫാദ് ഭക്ഷണ സഞ്ചി ഖാലിയായവനായ നിലക്ക്. ഉണ്ടോ? വിഫാദ് പറഞ്ഞ വഫുളത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ആവനാഴി എന്നുള്ള അർത്ഥമുണ്ട്, അമ്പിട്ടിനെ കുറ്റി, അതിന് വഫുളത്ത് എന്ന് പറയും. അതുപോലെ യാത്രക്കാരൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഭക്ഷണം ആക്കുന്ന സഞ്ചിക്കും എന്ത് പറയും? വഫുളത്ത് പറയും. അതാണ് ഇവിടെ ഉദ്ദേശം. ഹാവി എന്ന് പറഞ്ഞാൽ ഖാലി എന്നാണ് അതിൻ്റെ അർത്ഥം. ഹവാ യഹ്വി എന്ന് പറഞ്ഞാൽ ഹലാ യഹ്ലു എന്നുള്ള അർത്ഥം തന്നെ. അപ്പം എൻ്റെ വിഫാദ്, എൻ്റെ ഭക്ഷണസഞ്ചി ഖാലിയായ നിലക്ക്. ബാദിയല്ലും ഫാദ്, ഫഖർ വെളിവായവനായ നിലക്കും. ഉണ്ടോ? ബാദിയൽ ഇംഫാദ് പറഞ്ഞാൽ ഫഖർ വെളിവായവനായ നിലക്ക്. ഇംഫാദ് എന്ന് പറഞ്ഞാൽ ഫഖർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഉണ്ടോ? അത് എന്നുള്ളത് അറിയാം അവൾക്ക്. ശരിക്കും അത് നഫദ എന്നുള്ളതാണ്. നഫദ പറഞ്ഞാൽ കൊട്ടി അല്ലേ? ആളത്ത് ശരിക്കും ഭക്ഷണമൊക്കെ ഉണ്ടാവുമ്പോൾ ഭക്ഷണസഞ്ചി കൊട്ടൂല, അതിന് ഇങ്ങനെ എടുക്കും, വാരി ഇങ്ങനെ എടുക്കും. അവസാനം എല്ലാം തീർന്നാൽ അതിൻ്റെ മുക്കിലും മൂലിയിലും ഒക്കെ കുറേ ശാരിയൊക്കെ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും? എടുത്തുകൊണ്ട് അവിടെ കൊട്ടും അല്ലേ? അപ്പോഴല്ലേ കൊട്ടൽ. അപ്പം നഫദ യംഫദു എന്നുള്ളതാണ്. അപ്പോൾ ബാദിയൽ ഇംഫാദ് പറഞ്ഞാൽ ഇംഫാദ് ഞാൻ ഫഖറിന് ഇംഫാദ് പറയാൻ കാരണം ഫക്കീർ എന്ത് ചെയ്യും? ഭക്ഷണസഞ്ചി കൊട്ടും.
അപ്പോൾ ബാദിയല്യം ഫാന്ന് പറഞ്ഞാൽ ഫഖർ വെളിവായവനായ നിനക്ക് ലാ അംലിക്കു ബുൽഗ എൻ്റെ മിൽക്കലെന്തില്ല, ബുലഗത്ത് പോലുമില്ല. ബുലഗ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിന് മതിയാവുന്ന ഭക്ഷണം ഉണ്ടോ. ബുലഗ എന്ന് പറഞ്ഞാൽ ബലഗ ബുലഗ എന്നുള്ളതാണ്. ബലഗ എന്ന് പറഞ്ഞാൽ മാ യുബലഗു ബിഹി മിനൻ നഹാരിലല്ലേ ഉണ്ടോ. അപ്പോൾ ഒരു പകലിക്ക് അല്ലെങ്കിൽ ഒരു രാത്രിക്ക് മതിയാവുന്ന ഭക്ഷണത്തിനാണ് ബുലഗത്ത് പറഞ്ഞത്. അപ്പോൾ അതുപോലും എൻ്റെ അടുത്തില്ല. വലാ അജിദു ഫി ജിറാബി മുദ്വ എൻ്റെ സഞ്ചിയിൽ ഒരിറച്ചി കഷ്ണം പോലും ഞാൻ എത്തിക്കുന്നില്ല. ആ നിലക്കാണ് ഞാൻ യമനിൽ പ്രവേശിച്ചത്. അപ്പോൾ തഫ്യക്തു അജൂബ് തുർക്കാത്തിഹ മിഥലൽ ഹായിം വജൂലു ഫി ഹൗമാതിഹ ജവലാനൽ ഹായിം. അപ്പോൾ തഫ്യക്തു ഞാൻ തുടങ്ങി അല്ലേ, ഷുറൂഇൻ്റെ പേര് അല്ലേ, ഷുറൂഇൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ അമലും തയ്ക്കാരം കാനൻ്റെ അമലയിക്കാരം. പക്ഷേ കാനൻ്റെ അമൽ പോലെ അല്ല വ്യത്യാസമുണ്ട്. അതിൻ്റെ ഖബർ എപ്പോഴും തയ്ക്കാരം മുളാരി അയക്കാറ്, അന്നത്തോണ്ട് ധരിച്ച മുളാരി. അപ്പോൾ തഫ്യക്തു അജൂബ്, അതിൻ്റെ ഖബർ അജൂബ്. അജൂബ് എന്ന് പറഞ്ഞാൽ ജാബ അജൂബു എന്ന് പറഞ്ഞാൽ ഖതായ ഖതാഉ, മുറിച്ച് കടന്നു എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അങ്ങനെ തഫ്യഖ മസ്ഹൻ ബിൻ സൂഖി വല്ല അനാക്കുന്നുണ്ട് ഇല്ലേ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞതിനെതിരായി അവിടെ ഖബർ ഇസ്മായിട്ടാവുന്നത്. തഫ്യഖ മസ്ഹൻ നമ്മൾ പറഞ്ഞ് മുളാരി അല്ലാതെ ഖബർ വരൂലാന്ന്, അന്നില്ലാത്ത മുളാരി അല്ലാതെ വരൂല. തഫ്യഖ സൈദുൻ യഖറഉൽ ഖുർആൻ എന്നേ പറയുള്ളൂ. തഫ്യഖ സൈദുൻ ഖിറാഅത്ത് പറയോ, പിന്നെ തഫ്യഖ മസ്ഹൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് കളയപ്പെട്ട ഫീലിൻ്റെ മൊഫൂലും മുത്ലഖാണ്. തഫ്യഖ മസ്ഹൻ എന്ന് പറഞ്ഞാൽ തഫ്യഖ യംസഹു മസ്ഹൻ. പിന്നെ തഫ്യഖു അജൂബ തുർഖാത്തിഹ ആ സനായിൻ്റെ വഴികളിൽ ഞാൻ ചുറ്റി കറങ്ങാൻ തുടങ്ങി. മിഥിലൽ ഹായിം ഹായിമിനെ പോലെ ഉണ്ടോ. ഹായിം പറഞ്ഞാൽ എന്താ, ഹായിം പറഞ്ഞാൽ ലക്കുലക്കാനും ഇല്ലാതെ നടക്കുന്ന ആൾ ഉണ്ടോ. ഇങ്ങനെ പോവന്നെ. എവിടുക്കാ പോകണമെന്ന് ചോദിച്ചാൽ പോവന്നെ, ഇങ്ങനെ പോവുക. അങ്ങനെ ഉദ്ദേശമില്ലാത്തതായിരിക്കും. ഒരു നിശ്ചിത ഉദ്ദേശമില്ലാത്തവന് ഇല്ലാതെ യാത്ര ചെയ്യുന്നവന് എന്ത് പറയും, ഹായിമിന് ജമ്മും കസൂറാക്കാൻ പറ്റൂല അല്ലേ. ഹായിമിന് ജമ്മും കസൂറാക്കാൻ പറ്റില്ല. കാരണം ഒരു മഖ്സീദ് വേണം. എന്നിട്ട് ആ മഖ്സീദ് എന്ത് വേണം, പിന്നെ മസാഫത്തുൽ ഖസറിന് എത്തിച്ചെന്ന് അറിയണം. അല്ലാതെ ഇങ്ങനെ പോയാൽ അപ്പോൾ അത് ഹായിം എന്നാണ്. പിന്നെ وتفقت أجوب طرقاتها مثل الهائم وأجول في حوماتها جبلان الهائم അജൂലു ഞാൻ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. ഫി ഹൗമാത്തിഹ അതിൻ്റെ വഴികളിൽ. ആ സനായിൻ്റെ ഹൗമത്ത് എന്ന് പറഞ്ഞാൽ അസുല് വെള്ളം ചോന്ന ചാല് എന്നാണ്, ഇവിടെ വഴി. അപ്പോൾ ഫി ഹൗമാത്തിഹ ഞാൻ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. ജവലാനൽ ഹായിം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ദാഹിച്ച അവശയായി വെള്ളത്തിൻ്റെ മേലെ ചുറ്റിപ്പറക്കുന്നതായിരിക്കുന്ന പക്ഷിക്കാണ് എന്ത് പറഞ്ഞത്, ഹായിം എന്ന് പറഞ്ഞത് ഉണ്ടോ. അജൂലു ഫി ഹൗമാത്തിഹ ജവലാനൽ ഹായിം وعروض في مسارح لمحاتي ومسايح غدواتي وروحاتي كريما أخلق له ديباجتي وأبوح إليه بحاجتي أو أديبا تفرج رؤيته غمتي وتروي روايته غلتي وعروض ഞാൻ തേടാനും തുടങ്ങിയിട്ടുണ്ടോ. അന്വേഷിക്കുക. റാദയറൂദു എന്ന് പറഞ്ഞാൽ അസിൽ എന്താണെന്ന് അറിയാം. റായിദ് എന്ന് പറഞ്ഞാൽ കൗമിൻ്റെ മുന്നിൽ പോയി കണ്ട് പിന്നെ അവർക്ക് ഇറങ്ങിപ്പാർക്കാൻ പറ്റുന്നതായിരിക്കുന്ന വെള്ളവും പുല്ലൊക്കെ ഉള്ളതായിരിക്കുന്ന സ്ഥലം അന്വേഷിക്കുന്ന അതിനാണ് ഇത് പറയാം റാദ എന്ന് പറയാം. റായിദ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് അന്വേഷിക്കാൻ വേണ്ടി പോണാക്കാണ്. റാബദ എന്ന് പറഞ്ഞാൽ അതിന്നുള്ളതിനെ കാരണം. പക്ഷേ അത് അതിൻ്റെ നേരെ അർത്ഥം എന്താണ്, അവന് ഉദ്ദേശിച്ചു എന്തിന്, കൈക്കലാക്കാൻ. ഒരു വസ്തുവിനെ കൈക്കലാക്കാൻ ഉദ്ദേശിച്ചു, തന്ത്രത്തിൽ കൂടെ കൈക്കലാക്കാൻ ഉദ്ദേശിച്ചു. ആദ്യത്തെ ഒരു സാധനമുണ്ട്, ആ സാധനം ഓൻ കൊടുക്കാൻ തയ്യാറില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ചെയ്യാം അത് കൈക്കലാക്കുക അല്ലേ.
ആ വറാബത്തുല്ലത്തി ഹോബി ബൈത്തിഹ അന്നബ്സി. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദലീഹക്ക് നഫ്സ് കൊടുക്കാൻ തയ്യാറല്ല. പക്ഷേ ആ തയ്യാറല്ലാത്ത നഫ്സ് എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, തന്ത്രം പ്രയോഗിച്ചു എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ പിന്നെ റാദ യറൂദു ഉണ്ടോ, റാദ യറൂദു ഇറാദത്തൊക്കെ എന്നുള്ള തന്നെ ഈ കാര റാദ യുരീദു ഇറാദത്ത് ഉദ്ദേശിച്ചു എന്നുള്ള റാദ യറൂദു റാദ അഫാലല്ലേ, അറുവത യുറുവീദു ഇർവാദ്. അപ്പോൾ അറാദ യുരീദു ഇറാദത്തൻ, അഖാമ യുഖീമു ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ അറാദ യുരീദു ഇറാദത്തൻ, അതൊക്കെ ഈ റാദ യറൂദു എന്നുള്ള തന്നെ ഈ കാരം. പിന്നെ റാവത രണ്ട് യാനും എന്നുള്ളതായിരിക്കുന്ന അത് അതിൻ്റെ മേലിൽ അറിയിക്കാനല്ല, മുബാലകത്തിൻ്റെ മേലിൽ അറിയിക്കാനാണോ വാറബ്തുല്ലിസ എന്ന് പറഞ്ഞായിരിക്കും. പിന്നെ എന്നിട്ട് വാറൂദു ഫി മസാരിഹി ലമഹാത്തി, വാറൂദു ഞാൻ തേടാനും തുടങ്ങി, ഫി മസാരിഹി ലമഹാത്തി എൻ്റെ കാഴ്ച മേഞ്ഞ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ. ലംഹ ലമഹ ലമഹ യൽമഹു എന്ന് പറഞ്ഞാൽ എന്താണ്, നോക്കി എന്നതിൻ്റെ അർത്ഥം ഉണ്ടോ. മസാരിഹ് എന്ന് പറഞ്ഞാൽ പിന്നെ മേച്ചിൽ പുറം, എൻ്റെ കാഴ്ചയുടെ മേച്ചിൽ പുറം എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്ന സ്ഥലമൊക്കെയാണ് മസാരിഹ് എന്ന് പറഞ്ഞാൽ. എന്താണ് ഈ മസ്റഹ് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ കാലികളെ മറഈക്ക് കൊണ്ടുപോകുന്നതിൻ്റെ മുമ്പ് എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് കൂട്ടുന്നതായിരിക്കുന്ന സ്ഥലത്തിനാണ് മസ്റഹ് എന്ന് പറയുക. പിന്നെ ആ മസ്റഹിൽ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ഒരു മറഈക്ക് ഒന്നായിട്ട് തൊളിക്കൽ. വലക്കും ഫീഹ ജമാലുൻ ഹീന തുരീഹുന വഹീന തസ്റഹൂൻ ഉണ്ടോ. തുരീഹുന ഞങ്ങൾ മടക്കിക്കൊണ്ടിരുമ്പോഴും തസ്റഹൂൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മസ്റഹിൽ ഒരുമിച്ച് കൂട്ടിയാണ്ട് മറഈക്ക് കൊണ്ടുപോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് അതിൽ ജമാലുണ്ട്. അപ്പോൾ മസാരിഹ് അതിനുള്ളതാണ്. അപ്പോൾ എൻ്റെ കാഴ്ചയുടെ മേച്ചിൽ പുറങ്ങളിൽ ഞാൻ തേടാൻ തുടങ്ങി. മസായിഹി വദവാത്തി വറൗഹാത്തി, എൻ്റെ വദവാത്തിലും റൗഹാത്തിലും ഉണ്ടോ. ഈ വധുവത്ത് എന്ന് പറഞ്ഞാൽ എന്താ, രാവിലെ പോകുകയെന്ന്. റൗഹത്ത് എന്ന് പറഞ്ഞാൽ ഉച്ചൻ്റെ ശേഷം പോകുകയെന്ന് അല്ലേ. ദവാലും പോണതിന് എന്താ പറയും, റാഹയ റൂഹു റവാഹൻ എന്ന് പറയും അല്ല. വദായ ഖുദുവൻ എന്ന് പറയും ഏത് രാവിലെ പോണതിന്. പിന്നെ ദവാൻ്റെ ശേഷം പോണതിന് റാഹയ റൂഹു റവാഹൻ എന്നും പറയും. അപ്പോൾ ഖദവാത്ത് എന്ന് പറഞ്ഞാൽ ഇന്നുള്ള മറത്തിൻ്റെ ഇസ്മാണ്. അപ്പോൾ എൻ്റെ രാവിലെ സഞ്ചാരം, റൗഹത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ വൈകുന്നേര സഞ്ചാരം. ആ സഞ്ചാരങ്ങളുടെ വഴികൾ എന്നാണ് മസായിഹ പറഞ്ഞാൽ. മസായിഹ എന്ന് പറഞ്ഞാൽ അസല് എന്നുള്ളതാണ് സാഹൽ മാഊ എന്ന് പറയും. സാഹൽ മാഊ എന്ന് പറഞ്ഞാൽ എന്താണ്, വെള്ളം ഭൂമിയിൽ പരന്നൊഴുകി, വെള്ളം പരന്നൊഴുകി ഒരു കിടങ്ങ് കൂടെ അല്ലാതെ ഒഴുകണതിനെ പറ്റിയാണ് സാഹൽ മാഊ എന്ന് പറയാം ഉണ്ടോ. പിന്നെ അതിനോട് തശ്ബീഹാക്കിയായിട്ട് എല്ലാ യാത്രകൊണ്ടും സിയാഹത്ത് എന്ന് പറയും. പ്രത്യേകിച്ച് സൂഫിയാക്കന്മാരുണ്ടല്ലോ, നാടൊക്കെ വിട്ടുകാണ്ട് ഇങ്ങനെ പോണ്, അതിന് സിയാഹത്ത് പറയും. മസ് എന്നുള്ളതാണ് മസീഹ്. ഒരഭിപ്രായം അനുസരിച്ച് മസീഹ് എന്നുള്ളതല്ല, മസ്ഹ് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ സാഹ യസീഹു അനെ ഖുർആനുണ്ടല്ലോ ആ പദം ഇല്ലേ, സാഹ യസീഹു എന്നുള്ള ഇല്ലേ. പിന്നെ ഏതായാലും സാഹ യസീഹു എന്നുള്ളതാണ് ഏത് മസീഹ് ഉണ്ടോ. സാഹ യസീഹു എന്നുള്ള വെറുപ്പ് മക്കാൻ മസീഹ്. അപ്പോൾ മസീഹ് എന്ന് പറഞ്ഞാൽ നേരർത്ഥം വെള്ളം ഒഴുകി പോകുന്ന സ്ഥലം. പിന്നെന്താണ് മനുഷ്യൻ നടക്കുന്ന സ്ഥലം വഴിക്ക് മസീഹ് എന്ന് പറയും. ആ മസീഹിനെ മാറ്റുമ്പോൾ മസായിഹ്. അപ്പോൾ മസായിഹ് വദവാത്തി വറൗഹാത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ദവാലിൻ്റെ മുമ്പും ദവാലിൻ്റെ ശേഷം പോകുന്നതായിരിക്കുന്ന വഴികളിൽ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. ആരന്വേഷിക്കാൻ തുടങ്ങി? കരീമൻ, ഒരു ധർമ്മിഷ്ഠൻ. എങ്ങനത്തെ ധർമ്മിഷ്ഠൻ? ഉഹ്രിഖുലഹു ദീബാജത്തി, അവന് എൻ്റെ ദിബാജത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖത്തെ തൊലി, ആ മുഖത്തെ തൊലി ഞാൻ അവന് വേണ്ടി മയമാക്കും.
എന്ന് പറഞ്ഞാൽ അവൻ്റെ മുന്നിൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ മാന്യതൊക്കെ കളഞ്ഞു കുളിച്ച് അവനോട് ഞാൻ ചോദിക്കും. ഉണ്ടോ? ആ സായിഹൂനാന്ന് ഖുർആനിലുണ്ട് സായിഹൂന. പിന്നെ ബാറായത്തിലുണ്ട്. പിന്നെ അപ്പം എന്താ പറഞ്ഞത്, കരീമൻ ഒരു ധർമ്മിഷ്ഠനെ, ഉഖ്ലിഖുലഹു അവന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും, മയമാക്കും. ഉണ്ടോ? സൗബുൻ ഖലഖുൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സൗബുൻ ബാലിൻ, പഴകിയതായിരിക്കുന്ന വസ്ത്രത്തിന് എന്ത് പറയും, ഖലഖ് എന്ന് പറയും. ഉണ്ടോ? അതിൻ്റെ ജമ്മ അഖ്ലാഖ് എന്ന് പറയും. സൗബുൻ ഖലിഖുൻ എന്നല്ല പറയാം, സൗബുൻ ഖലഖുൻ എന്ന് പറയും. അഖ്ലഖ്തുഹു എന്ന് പറഞ്ഞാൽ എന്താക്കി, മയമാക്കിയെന്ന്. ദീപാജ ഞാൻ മുഖത്തെ തൊലിനെ കൊണ്ടാണ് ദീപാജ എന്ന് പറയുക. അപ്പോൾ യാചകൻ എങ്ങനെ ആയാലും യാചകൻ ഇത് വേണ്ടി വരും, ഒന്ന് വിനയം പ്രകടിപ്പിക്കേണ്ടി വരും. ഓൻ്റെ മുഖം ഒന്ന് മയമാക്കേണ്ടി വരും, ഓനൊന്ന് ഒരു ദില്ലത്തിലാകേണ്ടി വരും. അപ്പോൾ ഓഹരിയൊലഹു ദീപാജത്തി വാബൂഹു ഇലൈഹി ബിഹാജത്തി, അബൂഹു ഇലൈഹി അവനെ കൊള്ള ഞാൻ പരസ്യമാക്കും, ബിഹാജത്തി എൻ്റെ ആവശ്യം, ആ ധർമ്മിഷ്ഠനെ കൊള്ള ഞാൻ പരസ്യമാക്കും. അങ്ങനത്തെ ഒരു ധർമ്മിഷ്ഠനെ അന്വേഷിക്കാൻ തുടങ്ങി. അബൂഹു എന്ന് പറഞ്ഞാൽ ബാഹ യബൂഹു, ബാഹ ബിൽ അംരി എന്ന് പറഞ്ഞാൽ കാര്യം തുറന്ന് പറഞ്ഞു. ഉണ്ടോ? ബാഹ യബൂഹു ബുഹ് നീ വെളിവാക്കുന്ന, ബുഹ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നീ വെളിവാക്ക്. ബവാഹ് എന്ന് പറഞ്ഞാൽ വെളിവായത് അല്ലേ. കുഫറും ബവാഹ് എന്ന് അറിയില്ലേ, പരസ്യമായ കുഫർ അല്ലേ. പിന്നെ ഇബാഹത്ത് അതിന്നുള്ളതാണ്.